മുൻ കേന്ദ്ര സർക്കാരുകൾ ചെയ്തതിന്റെ തുടർച്ചയാണ് ഗുരുവായൂരിൽ മോദി സർക്കാർ ചെയ്യുന്നത് എന്ന അഭിപ്രായമാണ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിന്. മുൻപും ഗുരുവായൂർ വികസനത്തിന് കേന്ദ്ര സർക്കാരുകൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം സ്വകാര്യ പരിപാടിയായതിനാൽ നേരിൽ കാണാൻ ക്ഷണം ലഭിച്ചിട്ടില്ല എന്നും സന്ദർശന ശേഷം അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്കാണ് കാത്തിരിക്കുന്നത് എന്നും കൃഷ്ണദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തയ്യാറെടുക്കുകയാണ് കേരളത്തിന്റെ ക്ഷേത്ര നഗരമായ ഗുരുവായൂർ. പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുമ്പോഴും വലിയ പ്രതീക്ഷ പലരും ഇദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം വികസന കാര്യങ്ങളിൽ രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ ഗുരുവായൂരിൽ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ സാധിക്കുമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഗുരുവായൂർ നഗരസഭയുടെ ചെയർമാൻ ശ്രീ എം കൃഷ്ണദാസാണ്. ഗുരുവായൂരിന്റെ വികസന കാര്യങ്ങളിൽ, പദ്ധതികളിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങൾ അങ്ങയുടെ മനസ്സിലുണ്ട്? ഒരു അവസരം കിട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയിക്കും? ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിലെ ജനങ്ങൾ ദീർഘകാലം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗുരുവായൂരിലെ റെയിൽവേ വികസനം. കുറേ വർഷങ്ങളായിട്ട് ഗുരുവായൂരിന്റെ റെയിൽവേക്ക് വികസനത്തിന് വേണ്ടി ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ ചെയ്തതായി നമ്മുടെ ശ്രദ്ധയിലില്ല. ഗുരുവായൂർ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ട് 30 വർഷം പൂർത്തിയാവുകയാണ്. വടക്കോട്ട് റെയിൽവേ നീട്ടും എന്നത് ഗുരുവായൂരിലെ ജനങ്ങളുടെ ഒരു സ്വപ്നമാണ്. പക്ഷേ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. റെയിൽവേ സംബന്ധിച്ചിടത്തോളം തന്നെ ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷൻ വന്നതിന് ശേഷം ആവശ്യാനുസരണം വണ്ടികൾ ഗുരുവായൂരിലില്ല. ഗുരുവായൂരിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന നഗരമായിട്ടും രാജ്യത്തിന്റെ നാനാഭാഗത്തും ആളുകൾക്ക് വന്നു പോകാൻ കഴിയാവുന്ന യാത്രാ സൗകര്യം ഗുരുവായൂരിലില്ല. റെയിൽവേ സ്റ്റേഷന്റെ വികസനവും വളരെ ശരിയായ രീതിയിലല്ല ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും റെയിൽവേ വികസനം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നഗരസഭാ കൌൺസിൽ ചർച്ച ചെയ്ത് ഗവൺമെന്റിനോട് അത്തരം കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേന്ദ്രത്തിന്റെ നിലവിലുള്ള പദ്ധതികൾ പ്രസാദം ഫണ്ട് മാത്രമാണോ കേന്ദ്രത്തിന്റെ മാത്രമായിട്ട് വലിയ വികസനങ്ങൾ ലഭിച്ചിട്ടുണ്ട്? കേന്ദ്ര പദ്ധതികൾ എന്ന് പറയുമ്പോൾ 2 പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന നിലയിൽ അമൃത് പദ്ധതി ഗുരുവായൂർ നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. അമൃത് പദ്ധതി എന്ന് പറഞ്ഞാൽ 50% പണമാണ് കേന്ദ്ര സർക്കാർ തരുന്നത്. 50% സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും എടുക്കണം. ഗുരുവായൂരിന്റെ പോലുള്ള ഒരു ക്ഷേത്ര നഗരത്തിന്റെ വികസനത്തിന് ഏത് തരത്തിലുള്ള പദ്ധതികൾ വന്നാലും സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട്. എന്നതുകൊണ്ട് തന്നെ അമൃത് പദ്ധതി, കേന്ദ്രാവിഷ്കൃത പദ്ധതി ഞങ്ങൾക്ക് അനുവദിച്ചു. അത് ഫലപ്രദമായി തന്നെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഗുരുവായൂരിൽ കാണുന്ന ഒരുപാട് വികസനത്തിന് അതിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയുടെ വിഹിതവും സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതവും കൂടി കിട്ടിയപ്പോൾ ഗുരുവായൂരിൽ വലിയ തോതിലുള്ള മാറ്റം വരുത്താൻ ഈ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. പ്രസാദ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേത്ര നഗരങ്ങൾക്കുള്ള ഒരു പദ്ധതിയാണ്. അത് പൂർണ്ണമായിട്ടും ഗ്രാന്റാണ്. പടിഞ്ഞാറൻ നടയിലും കിഴക്കേ നടയിലും ആ ഗ്രാന്റ് ഉപയോഗപ്പെടുത്തി 2 സ്ഥാപനങ്ങൾ, ഒരു ഫെസിലിറ്റേഷൻ സെന്ററും ഒരു അമ്യൂണിറ്റി സെന്ററും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും കേന്ദ്ര ഗവൺമെന്റുകളുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ വളരെ നേരത്തെ തന്നെ ഗവൺമെന്റുകൾ ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ UIDSSMT എന്ന പദ്ധതി പ്രകാരം ഗുരുവായൂർ നഗരത്തിന് നിരവധിയായ പദ്ധതികൾ ലഭ്യമായിട്ടുണ്ട്. ഗുരുവായൂർ കുടിവെള്ള പദ്ധതി, അങ്ങനെ 50 കോടി രൂപയുടെ പദ്ധതി അത് നേരത്തെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. IHSDP എന്ന് പറയുന്ന ഒരു പദ്ധതി, ഇതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയുടെ ഭാഗമായി ഇന്ത്യയിലെ നഗരങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ചെയ്തു വരുന്നതാണ്. അതും തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തുടർച്ച മാത്രമാണ്. ഒരു തുടർച്ചയാണ് തീർച്ചയായിട്ടും. എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ ഒരു സാധ്യതയുണ്ടോ, അവസരം ഉണ്ടോ, എന്താണ്? ഇവിടെ അദ്ദേഹം വരുന്ന വിവരം നഗരസഭാ സെക്രട്ടറിയോട് ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ ഇവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗം വിളിച്ചിരുന്നു. നഗരസഭാ സെക്രട്ടറി അതിൽ പങ്കെടുത്തിരുന്നു. ഇങ്ങനൊരു യോഗം നടക്കുന്നത്, അതിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന് എന്നെ ഇന്നലെ വിളിച്ചു ചോദിച്ചിരുന്നു. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. അതല്ലാതെ മറ്റ് രീതിയിൽ തികച്ചും സ്വകാര്യ ചടങ്ങിന് വരുന്നതാണ്, ക്ഷേത്ര ദർശനത്തിന് വരുന്നതായതുകൊണ്ടായിരിക്കാം, ഔദ്യോഗികമായ പരിപാടി അല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് പ്രത്യേക അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. തികച്ചും സ്വകാര്യ ഒരു ചടങ്ങിന് വരുന്നതാണല്ലോ. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് വികസന കാര്യം പറയാൻ കഴിയും. അതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമല്ല, അതിനുശേഷം അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് പ്രധാനപ്പെട്ടത്. അതിൽ ഗുരുവായൂരിന് സഹായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ചെയർമാൻ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.